ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റാണ് PSC ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ എല്ലാവരും എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളതും മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നിലവിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 344 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ. Number of candidate in the main list 344, number of candidate in the supplementary list 364, number of candidate in the differently abled list 20, total number of candidate in the probably list 728 പേരാണ് നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റ് അത്രയും കുറയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ചുരുങ്ങിയ ഒരു മെയിൻ ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മാർക്കിന്റെ ഡിഫറൻസ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 52.33, അതിൽ നിന്നും 59.33 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 500 മുകളിലേക്കുള്ള മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നു. പക്ഷേ അങ്ങനെ വന്നപ്പോഴും പകുതി മാത്രം നിയമനങ്ങൾ വന്ന ഒരു ലിസ്റ്റായിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ ഒരു പ്രാവശ്യം PSC എന്ത് ചെയ്തത്, മെയിൻ ലിസ്റ്റ് വളരെയധികം കുറച്ച് നിലവിൽ പബ്ലിഷ് ചെയ്തതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേജ് 3 ആയിട്ട് നടന്ന ഒരു എക്സാം ആയിരുന്നു LDC കാസർഗോഡ് ജില്ലയുടെ. അപ്പോൾ അന്ന് നമ്മൾ കട്ട് ഓഫ് പറഞ്ഞിരുന്നു. കട്ട് ഓഫ് പറഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ അതിൻ്റെ അകത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് പറഞ്ഞത്, അതെങ്ങനെയാണ് കട്ട് ഓഫ് ഇത് പറയാനായിട്ട് പറ്റുന്നത് എന്നൊക്കെ നമ്മളെടുത്ത് ചോദിച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55 to 60 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ബാക്കി വീണ്ടും കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് ചുരുങ്ങാനുണ്ടായ കാരണം, അതേപോലെ തന്നെ എത്ര ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, പഴയ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിലയിരുത്തി. അതായത് കോർ സബ്ജക്റ്റ് നമ്മൾ നോക്കി, GK നോക്കി, സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ ഏകദേശം 30ഓളം ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് PSC നടത്തിയ മറ്റൊരു എക്സാം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനെ നമുക്ക് സ്റ്റേജ് 3 എക്സാമിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. കാരണം അത്രത്തോളം ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങളാണ് എല്ലാം തന്നെ വന്നത്. കാരണം തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും അതേപോലെ തന്നെ നിയമന നിലയും അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ചോദ്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55 to 60 മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 55 to 60 മാർക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫിലേക്കാണ് വരാൻ ചാൻസ് ഉള്ളത്. പറയുന്നത് 55 to 60, മാക്സിമം 60 to 65, അതിന് മുകളിലേക്ക് ഒരു കട്ട് ഓഫ് പോകത്തില്ല. അപ്പൊ 55 to 60 നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് ആയിട്ട് പറയാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം ഈ പറയുന്ന ജില്ലകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ പക്ഷം 55 to 60 തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഈസി ആയിട്ടൊരു എക്സാം ഒന്നും അല്ല ഈ പറയുന്ന സ്റ്റേജ് 3 എന്ന് പറയുന്നത്. എക്സാം വളരെ നല്ല എക്സാം ആയിരുന്നു, സ്റ്റാൻഡേർഡ്. കാരണം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളതും ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഒരു ഭയം വരുന്നത് കട്ട് ഓഫ് റേഞ്ച് കൂടുമോ എന്നുള്ള ഭയം കൊണ്ട് വീണ്ടും നെഗറ്റീവ് അടിക്കാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കിയ എക്സാം ആണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് ഒരു ഉദ്യോഗാർത്ഥി എടുത്ത് നോക്കി പോയെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിദ്യാഭൂഷണി ആണെങ്കിലും അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി ആണെങ്കിലും നീതി ആയോഗ് ആണെങ്കിലും കറുത്ത മണ്ണ് അതേപോലെ തന്നെ പരുത്തി കൃഷി, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ടൈമിലാണ് ബാക്കിയുള്ള പീക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യും, എക്സാം കട്ട് ഓഫ് ഒത്തിരി കയറാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവലിലേക്ക് മാറാനായിട്ട് പറ്റും. ഓക്കെ, 3 മണിക്കൂർ ആയി നമ്മുടെ വൺ ക്ലിക്ക് PSCയുടെ ഇന്നത്തെ LDCയുടെ എക്സാമിന് കിട്ടിയ മാർക്ക് പോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ 23% ആളുകളും മാർക്ക് ചെയ്തേക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 55 to 60% ആണ് അവരുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 50 to 60 ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. 60 to 65 8%, അതേപോലെ തന്നെ 65 to 70 6%, 70 plus 7% ആളുകൾക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് ഈ പറയുന്നത് ഇതൊക്കെ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മൈൻഡ് ഒന്ന് കൂളാവാൻ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ആവാനായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ലെവലിൽ GKയിലെ കുറച്ച് ചോദ്യങ്ങൾ വളരെ ഏകദേശം 55 to 60 തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്.
അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ കട്ട് ഓഫിന്റെ വീഡിയോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 55 to 60 മാർക്കാണ് നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയുടെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്രയാണ് 53.33 എന്നുള്ള ഒരു മാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് കറക്റ്റ് അങ്ങനെ തന്നെയാണ് വന്നത്. അതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്താണ് ഇതേപോലുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റെയും ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ ഫ്രീ ക്ലാസ്സും അതേപോലെ PDF നോട്ടും അതേപോലെ നിങ്ങൾക്ക് റിവിഷൻ പാറ്റേൺ ഉൾപ്പെടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2025 സൂപ്പറായിട്ടൊരു ജോലിക്ക് കയറാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.